എത്ര സുന്ദരമായ ദൃശ്യങ്ങൾ. ഞാൻ വരുന്നു, നീ എനിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു. ഇതിനേക്കാൾ സുന്ദരമായ വേറൊരു ദൃശ്യം ഞാൻ പറയട്ടെ. പറയ്. ഒരു സ്ലാബ്, അതിലൊരാൾ ഇങ്ങനെ കിടക്കും. എന്നിട്ട് പെട്ടെന്ന് ആ മുറിയുടെ വാതിൽ ഇങ്ങനെ തുറക്കുന്നു. അകത്തേക്ക് അതിസുന്ദരിയായ ഒരു സ്ത്രീ നടന്നു വരുന്നു. എന്നിട്ട് ആ സ്ത്രീ അവിടെ ഇരിക്കുന്ന ഒരു ചുറ്റിക എടുത്ത് കിടക്കുന്ന ചെറുപ്പക്കാരന്റെ തലയിലേക്ക് ആഞ്ഞടിക്കുന്നു. ചെറുപ്പക്കാരൻ പക്ഷെ അനങ്ങുന്നില്ല. എന്നിട്ട് അവൻ മരിച്ചു കിടക്കുമല്ലേ. സ്ലാബേ മോർച്ചറിയുടെ സ്ലാബാ. അവിടെ കിടക്കുന്ന ചെറുപ്പക്കാരൻ നീ. അപ്പൊ അങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങി. ഇത് സ്വപ്നമല്ല, അടുത്തന്നെ നടക്കാൻ പോകുന്നത്. അത്ര എളുപ്പമാണോ ഞാൻ മരിക്കുക എന്നൊക്കെ പറയുന്നത്? അത്രയ്ക്കും വേണോ? വേണോടാ, നിനക്ക് സംശയം ഒട്ടും വേണ്ട. എല്ലാം നടക്കും. എത്ര പേരെയാ നീ ഇല്ലാതാക്കിയത്, എത്ര പേരെ കാണാതായത്. നിനക്ക് അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിലേ ഞങ്ങൾക്കും പലതും ചെയ്യാം. ബുദ്ധിമുട്ടും. ഞങ്ങളല്ല, നീ. കാണാം. പിന്നെന്താ. അപ്പോഴേ ഈ സത്യാഗ്രഹം അവസാനിപ്പിച്ചതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അന്തവും കുന്തവും ഇല്ലാതെ, ബോധം പോലും ഇല്ലാതെ ഒരാൾ ആശുപത്രി കിടക്കുന്നുണ്ടല്ലോ, നിന്റെ അമ്മ. അവിടെ ആരുണ്ട് കാവല്? അതൊക്കെ ഉണ്ട്. ആര്? തങ്കച്ചിയുണ്ട്. അപ്പൊ തങ്കച്ചിയെ നീ നിന്റെ ബാല്യക്കാരിയാക്കി മാറ്റിയോ? തങ്കച്ചിയെ മാത്രമല്ല, നിന്നെയും ഞാൻ അങ്ങനെ. എന്തിനാടി ഈ പാവങ്ങളുടെ ജീവിതം വെറുതെ പാഴാക്കി കളയുന്നത്? എന്നെ കെട്ടാൻ സമ്മതമാണ് എന്നൊറ്റ വാക്ക് മതിയല്ലോ എല്ലാ പ്രശ്നവും അവസാനിക്കാൻ. അന്ന് സൂര്യൻ പടിഞ്ഞാറുദിക്കും. കാക്കതെ ഇങ്ങനെ മലർന്നു പറക്കും. ഓരോന്നിനെ എണ്ണി എണ്ണി ഞാൻ പകരം ചോദിക്കും. നീ കണ്ടോ? കണ്ടോളാമേ. എന്നാ ശരി, അടിയൻ.